മാഷെ, വെനസ്വേലയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപടികളൊക്കെ കടുപ്പിക്കുകയാണ്. ഇപ്പോൾ കരീബിയൻ രാജ്യത്തിന് വ്യോമാതിർത്തി പൂർണ്ണമായിട്ടും അടച്ചതായിട്ട് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈനിക നീക്കങ്ങൾ ശക്തമാക്കുന്നുണ്ട്. അവിടെ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ വലിയൊരു സൈനിക നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം വെനിസുലയുമായിട്ട് ഇപ്പോഴാണ് കുറച്ചെങ്കിലും അമേരിക്ക സഹകരിക്കാൻ തുടങ്ങിയത്. നേരത്തെ അവിടെ ഹ്യൂഗോ ഷാവേസ് ആയിരുന്നല്ലോ. ഷാവേസിന്റെ കാലത്ത് അമേരിക്കയുമായി ബലാബലത്തിൽ നിന്നതാണ്. ഈ സൗത്ത് അമേരിക്കൻ രാജ്യമാണല്ലോ. അപ്പോൾ ഈ വെനിസുലയുടെ ഒരു പ്രശ്നം, ഒന്ന് വെനിസുലയുടെ എണ്ണപ്പാടത്തിൻ്റെ മേലുള്ള അമേരിക്കയുടെ ഇടപെടലും അമേരിക്കയുടെ കയ്യേറ്റവും ആയിരുന്നു അവിടുത്തെ ഒരു പ്രശ്നം. അമേരിക്കയെ സമ്പൂർണ്ണമായി മാറ്റി നിർത്തിയിട്ട് സ്വയം പര്യാപ്തമായി എണ്ണ പര്യവേഷണവും എണ്ണയുടെ എക്സ്ട്രാക്ഷനും എണ്ണയുടെ ശുദ്ധീകരണവും സംസ്കരണവും ഒക്കെ തുടങ്ങിയപ്പോഴാണ് അവിടെ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഷാവേസിൻ്റെ കാലം തൊട്ട് വെനിസുലയെ പതുക്കെ സ്വന്തം വിഭവങ്ങളെ സംരക്ഷിച്ച് നിർത്താൻ തുടങ്ങി, സ്വന്തമായി തിരിച്ചു പിടിക്കാൻ തുടങ്ങി. അപ്പം അന്ന് മുതൽ തുടങ്ങിയൊരു കലാപമാണ്. പിന്നെ അവിടെ മെഡൂറോ ഈ പറഞ്ഞ പുതിയ ഭരണമാറ്റമൊക്കെ വന്നല്ലോ. ഭരണമാറ്റവും അത് അട്ടിമറി ഉണ്ടാക്കുന്നതിലൊക്കെ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന് വലിയ പങ്കുണ്ട്, നേരെയുള്ള പങ്ക് തന്നെയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ പ്രശ്നം, ഇപ്പോൾ പറയുന്ന കാരണം ഇവരെ ഉപരോധിച്ചിട്ട് വെനിസുലയെ അവരുടെ ഒരു വലിയ തലവേദനയാണ്. പഴയ ക്യൂബ പോലെ, കാസ്ട്രോയുടെ ക്യൂബ ഇവർക്ക് എന്തുമാത്രം തലവേദനയായിരുന്നുവോ അതുപോലെ തന്നെയാണ് പിന്നീട് ഷാവേസിൻ്റെ വെനിസുലയും. അപ്പോൾ കാസ്ട്രോയും ഷാവേസും ചേർന്നാണ് ഒരു കാലത്ത് വലിയൊരു ബെൽറ്റ് പോലെ അമേരിക്കയെ നേരിടാൻ തീരുമാനിച്ചിരുന്നത്. ഇപ്പോഴല്ല, ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇപ്പോൾ ട്രംപ് വന്നപ്പോഴുള്ള ഒരു ഇഷ്യൂ, ട്രംപ് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെയുള്ളൊരു ഇഷ്യൂ ആണ്. വെനിസുലയ്ക്കെതിരായിട്ട് ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഈ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നത് ഇവരാണ്. അതാണ് പ്രശ്നം. അമേരിക്കൻ പൗരന്മാരുടെ ഏറ്റവും വലിയ ഭീഷണി യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോൾ മയങ്ങി നിൽക്കുന്നത് ഈ ഡ്രഗാണ്. ഇപ്പോൾ മെക്സിക്കോ ആണല്ലോ അവരുടെ ഒരു കേന്ദ്രം. ലോകമെങ്ങുമുള്ള ഡ്രഗ് മെക്സിക്കൻ സിറ്റി മെക്സിക്കോയിൽ എത്തിയിട്ട് അത് വളരെ സമർത്ഥമായിട്ട് വലിയ തോതിൽ യു എസിലേക്ക് കടത്തിവിടുക, യു എസിലേക്ക് കയറ്റി അയക്കുക, യു എസ് ആണ് ഇവരുടെ വലിയ മാർക്കറ്റ്. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയല്ല. ടെക്നോളജിക്കും ഒക്കെ അമേരിക്കക്ക് പുതിയ ഉൽപ്പന്നങ്ങൾക്കൊക്കെ പുതിയ മാർക്കറ്റ് തേടി അമേരിക്ക ലോകം മുഴുവൻ എത്തുമ്പോഴും ഡ്രഗിൻ്റെ പ്രധാനപ്പെട്ട മാർക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ വലിയ തോതിൽ അമേരിക്കയിലെ യൂത്താണ്, അമേരിക്കയിലെ പുതിയ തലമുറയാണ്. അതിൻ്റെ പേരിലാണ് അമേരിക്ക തകരുന്നത് എന്നൊരു ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ ഈ ഡ്രഗ് മാർക്കറ്റ് അതിന് പലരെയും ഇവർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഈ അമേരിക്കയിലേക്ക് ഡ്രഗ് എത്തിക്കുന്നതിൽ, അമേരിക്കയെ നശിപ്പിക്കുന്നതിൽ, അമേരിക്കയുടെ ഭാവി തകർക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിക്കുന്നു എന്നാണ് അമേരിക്ക എന്നും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് അത് കൂടുതൽ ആരോപിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒടുവിലത്തെ നീക്കമാണ്, ഏറ്റവും ഒടുവിലത്തെ ഒരു മൂവാണ്. വെനിസുലയുടെ ആകാശത്തൂടെ ഏത് വിമാനം പറക്കണമെന്ന് ആരാ സാധാരണഗതിയിൽ തീരുമാനിക്കുക? സാധാരണഗതിയിൽ വെനിസുലയാണ് തീരുമാനിക്കുക. എയർ സ്പേസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് ഭൂമി എത്രയുണ്ടോ ആ ഭൂമിയുടെ മേലുള്ള ആകാശത്തിൻ്റെ അവകാശം ഒരു ധാരണ അനുസരിച്ച് അങ്ങനെയാണ്. അതുപോലെ കടൽ ഓരോ രാജ്യത്തിൻ്റെയും ഒരു നിശ്ചിത നോട്ടിക്കൽ മൈൽ ദൂരെ വരെയുള്ള ഒരു കടൽ കണക്കാക്കും. അത്രയും ദൂരം ഇന്ത്യയുടേതാണ്. അത് കഴിഞ്ഞാൽ ഓപ്പൺ സീ ആണ്. അത് കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തിൻ്റെ, അങ്ങനെ കണക്കാക്കുക. ഈ കടലും ആകാശവും ഒരു രാജ്യത്തിൻ്റെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആകാശത്തിൻ്റെ പരിധി വളരെ സിമ്പിളാണ്. ഭൂമിയുടെ പരിധി എന്താണോ അതിൻ്റെ നേരെ മേലെയല്ല അത്രയും ദൂരം ആകാശം. അങ്ങനെയാണെങ്കിൽ ആ ആകാശത്തൂടെ ഏത് രാജ്യത്തിന് വിമാനം പറക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? വെനിസുലയാണ്. ഇന്ത്യയാണെങ്കിൽ ഇന്ത്യയാണ്, അമേരിക്കയാണെങ്കിൽ അമേരിക്കയാണ്. ഇതിപ്പോൾ ട്രംപ് ഏതാണ്ട് വെനിസുലയുടെ ഭരണം ഏറ്റെടുത്തതുപോലെ പറയുകയാണ്, സൂക്ഷിച്ചോ, വെനിസുലയുടെ മേൽ പറക്കാൻ പാടില്ല. അപ്പോൾ ചില കമ്പനികൾ ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ചായി. പറഞ്ഞു തുടങ്ങിയപ്പോൾ ചില കമ്പനികൾ വെനിസുലയുടെ മേലെ പറക്കാൻ തുടങ്ങി. അവരുടെ പേരിൽ കേസെടുത്തു, അവർക്ക് വലിയ ഫൈൻ ഇട്ടു. അപ്പോൾ ഇപ്പോൾ സമ്പൂർണ്ണമായി അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ലോകത്തിലെ ഒരു വിമാനവും ഒരു കമ്പനിയുടെയും വിമാനം, ഒരു രാജ്യത്തിൻ്റെയും വിമാനം വെനിസുലയുടെ മുകളിൽ പറക്കാൻ പാടില്ല. അമേരിക്കയുടെ അല്ല, വെനിസുലയുടെ മേൽ പറക്കാൻ പാടില്ല. ഇതാണ് പുതിയ വിവാദം. അപ്പോൾ അതിന് കാരണം പറയുന്നത് വെനിസുലയെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവർ കഴിഞ്ഞ കുറേ കാലമായി അവരുടെ ഏറ്റവും വലിയ വരുമാനം അമേരിക്കയിലേക്ക് ഈ ഡ്രഗ് എത്തിക്കുകയാണ്.
മാരകമായ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം വെനിസുലയാണ്. വെനിസുലയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് എണ്ണയുണ്ട്. എണ്ണ അവർക്ക് സമർത്ഥമായി വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ധാരാളം മതി. പക്ഷേ അവരുടെ സാമ്പത്തിക ശേഷി അവർ വളരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് വിറ്റിട്ടാണെന്നാണ് ഇവർ പറയുന്നത്. ഈ വെനസ്വേലയെ അതായത് പൊതുവായിട്ട് പിന്തുണയ്ക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഏത് കാര്യത്തിനും പിന്തുണയ്ക്കലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ വെനസ്വേലയെ പിന്തുണയ്ക്കാനായിട്ട് മറ്റു ലോകരാജ്യങ്ങളൊന്നും വരേണ്ടത് ആണ്. പക്ഷേ വെനിസുലയെ പിന്തുണക്കാൻ സാധാരണഗതിയിൽ പഴയ ചേരികളൊക്കെ തകർന്നല്ലോ. പണ്ട് ഇവർ പിടിച്ചു നിന്നിരുന്നത് സോവിയറ്റ് യൂണിയൻ ഉള്ളത് കൊണ്ടാണ്. സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്താണ് ക്യൂബക്ക് മേൽവിലാസം ഉണ്ടായിരുന്നത്. വെനിസുലയ്ക്ക്, അതായത് പഴയ വിയറ്റ്നാം, ഉത്തര കൊറിയ, പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു വലിയ ശൃംഖലയുണ്ടല്ലോ. അത് സോവിയറ്റ് യൂണിയനെ അമ്മാവനായിട്ട് അംഗീകരിച്ച് ഇപ്പുറത്ത് ചൈനയും ഉണ്ടായിരുന്നു. ചൈന അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഒരു പാതയിൽ നിൽക്കുന്ന ഒരു രണ്ടാം കക്ഷിയാണ്. മാത്രമല്ല അപ്പോൾ മാവോ ആയിരുന്നല്ലോ ചൈനയുടെ നേതാവ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ സോഷ്യലിസ്റ്റ് ചേരി എന്ന് പറയുന്ന ഒരു വലിയ ചേരി, സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ വലിയൊരു ചേരി, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. എല്ലാം കൊണ്ടും, സമ്പത്ത് കൊണ്ടും സൈന്യം കൊണ്ടും ഒക്കെ അതിനോട് ഏതാണ്ട് ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് അന്നില്ലെങ്കിലും ഇപ്പോൾ ചൈന മാറിയിട്ടുണ്ട്. ചൈന ആ കൂട്ടത്തിലാണ്. അപ്പോൾ ആ ടീമിൽ നിന്ന കാലത്ത് ഇവർക്കൊക്കെ ചോദിക്കാനും പറയാനും സഹായിക്കാനും ഒക്കെ ആളുണ്ടായിരുന്നു. ശീതയുദ്ധം വന്നു. ശീതയുദ്ധം അവസാനിച്ചു. ആ കാലത്തിനാണ് ശീതയുദ്ധം എന്ന് പറയുക. സോവിയറ്റ് യൂണിയൻ സജീവമായി നിന്ന കാലത്ത്. എന്നാൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇനിയൊരു യുദ്ധം വേണ്ടാന്ന് തീരുമാനിച്ച കാലത്ത്. അതാണ് യുദ്ധമില്ലാത്ത യുദ്ധകാലം. അതിനാണല്ലോ ശീതസമരം എന്ന് പറയുക. അപ്പോൾ ആ കാലത്ത് ഇവർക്കൊക്കെ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഇവർക്കൊക്കെ വിലയുണ്ടായിരുന്നു. ഇവരോടൊക്കെ ഇങ്ങനെ ഈ ചോദിക്കാനും പറയാനും, മാത്രമല്ല അമേരിക്കയ്ക്ക് പേടിയുണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് തിരിച്ചടിക്കാനും സാമ്പത്തികമായി സഹായിക്കാനും ഒക്കെ വെനിസുലയെ സോവിയറ്റ് യൂണിയൻ സഹായിച്ചിരുന്നു. ഇപ്പോൾ ഉള്ള അതിന് ശേഷമുള്ളൊരവസ്ഥയാണ് ലോകത്തിലൊരു ഗതികേട്. അതാണ് സോവിയറ്റ് യൂണിയൻ ചെതറിപ്പോയി. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ സഹായിക്കാൻ പറ്റാതായി. റഷ്യയാണെങ്കിൽ ഇടക്കാലത്ത്, ഇപ്പോഴാണ്, സമീപകാലത്താണ് റഷ്യ ഒരു സ്വന്തമായ ഒരു ചേരി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം തുടങ്ങുന്നത്. ഇപ്പോഴാണ്. അതിനു മുമ്പ് ഇല്ല. പിന്നെ തൊട്ടടുത്ത് അവർക്ക് വേണ്ടവർ ക്യൂബയാണ്. ക്യൂബയ്ക്ക് പിടിച്ചു നിൽക്കാനാവാതെ അമേരിക്കൻ ഉപരോധം കൊണ്ട് തകർന്നു പോയ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് കേട്ടോ. ഇവരുടെ കയ്യിൽ എണ്ണ ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. ഉപരോധം കൊണ്ട് പിടിച്ചു നിൽക്കാനാവാതെ തകർന്നു പോയ രാജ്യങ്ങളാണ് ക്യൂബയും വെനിസുലയും. അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ആയുധം കൂടിയാണ് ഉപരോധം. സാങ്ഷൻ എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അമേരിക്ക തകർത്ത് കളഞ്ഞ രാജ്യങ്ങൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇപ്പോൾ പതുക്കെ എഴുന്നേറ്റ് നിന്ന് പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് ആ രാജ്യങ്ങളൊക്കെ. ഇപ്പോൾ ട്രംപിന്റെ സൈനിക ഉപദേഷ്ടാവ് ജനറൽ ഡാൻ കെയ്ൻ ഈ മേഖലയൊക്കെ സന്ദർശിച്ചിട്ട് കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതായത് ഏത് നിമിഷവും ഒരു ഓപ്പറേഷൻ ഉണ്ടാകും എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സ്ഥിതിവിശേഷം. ഇപ്പോൾ എന്താ പറയുന്നത് ലോകത്തോട്, നിങ്ങൾ വെനിസുലയുടെ ആകാശത്തൂടെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരാ പറയുന്നത്? അമേരിക്കൻ സൈനിക വക്താക്കളും അമേരിക്കയുടെ വിദേശകാര്യ വക്താക്കളും ഒക്കെയാണ് പറയുന്നത്. സാക്ഷാൽ ട്രംപ് തന്നെയും പറയുന്നു. പോകാൻ ഭയപ്പെടൂലേ ആളുകൾ? എന്താ അതിൻ്റെ അർത്ഥം? പോകരുത് എന്ന് പറഞ്ഞാൽ അമേരിക്ക വെടിവെച്ചിടുന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അവരുടെ കഴുകൻ കണ്ണുകൾ ഇങ്ങനെ നോക്കുന്നുമുണ്ട്. അതുകൊണ്ട് അത് ആരെയാണ് ഭയപ്പെടുത്തുന്നത്? വെനിസുല എന്ന രാജ്യത്തെ തന്നെ ഭയപ്പെടുത്തുന്നു. വെനിസുലയുടെ മേലൂടെ ഏത് വിമാനം പറന്നാലും ഞങ്ങൾ വെടിവെച്ചിടും, അല്ലെങ്കിൽ ഞങ്ങൾ മിസൈൽ കൊണ്ട് തകർക്കും, ഞങ്ങൾ ഡ്രോൺ അയക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം വെനിസുലയെ സുരക്ഷിതമല്ല എന്നാണ്. മാത്രം ഒന്നും വേണ്ട, വെനിസുലയുടെ ആകാശത്തൂടെ സാധാരണഗതിയിൽ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് കടന്നു പോയാൽ മതി. ആ ഫ്ലൈറ്റ് വെടിവെച്ചിട്ടാൽ ഫലം ആരാ അനുഭവിക്കുക? വെനിസുല അനുഭവിക്കും. വെനിസുലയാണല്ലോ ഉത്തരവാദി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അപകടം. അപ്പോൾ ലോകത്തിലെല്ലാവരും ഭയപ്പെടുന്നു. വെനിസുലയെ സേഫ് അല്ല, വെനിസുലയിലൂടെ ഫ്ലൈ ചെയ്തുകൂടാ, പോയി കഴിഞ്ഞാൽ അമേരിക്ക ആക്രമിക്കുമെന്ന അവസ്ഥയുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ വെനിസുല ഇതുവരെ ആക്രമിച്ചിട്ടില്ല. ആക്രമിക്കാതെ ഒരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കുക. പക്ഷെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അമേരിക്ക ഇപ്പോൾ വലിയ പ്രതാപകാലത്തിലൊന്നുമല്ല, സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരതകൾ വളരെ രൂക്ഷമായിട്ടുണ്ട്. ആ സമയത്ത് ഇത്തരത്തിലൊരു നീക്കം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം എന്ന് പറയുന്നത് സാമ്പത്തിക നഷ്ടമേ ഉണ്ടാക്കുകയുള്ളല്ലോ. അപ്പോൾ ബുദ്ധിപൂർവ്വം ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അതും അവർക്ക് നഷ്ടമുണ്ടാവില്ലേ? വെനിസുലയോട് യുദ്ധം ചെയ്യാൻ പോയാൽ അമേരിക്കക്ക് നഷ്ടം വരില്ല. വെനിസുലയോട് ഒരു കാരണം കിട്ടാൻ നിൽക്കുകയാണ്. വെനിസുലയെ അവർക്ക് ആവശ്യമുണ്ട്. വെനിസുലയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ വെനിസുലയുടെ എണ്ണക്കിണറുകൾ ആവശ്യമുണ്ട്.
അത് പിടിച്ചടക്കാൻ ഒരു അവസരം കാത്തു നിൽക്കുകയാണ്. ഹ്യൂഗോ ഷാവേസിൻ്റെ കാലം തൊട്ട് അമേരിക്കയെ തടഞ്ഞു നിർത്തുകയാണ്. ഞങ്ങൾ എണ്ണ ആർക്ക് വിറ്റാലും ഞങ്ങൾ തന്നെ എണ്ണ ഖനനം ചെയ്തെടുത്ത് ഞങ്ങൾ തന്നെ സംസ്കരിച്ച് ഞങ്ങൾ തന്നെ വിറ്റുകൊള്ളാം, ആർക്ക് വിറ്റാലും അമേരിക്കയ്ക്ക് വിൽക്കുന്നില്ല എന്നായിരുന്നു തന്ത്രം, എന്നായിരുന്നു അവരുടെ രീതി. ഇപ്പോൾ അതല്ല. ഇപ്പോൾ അമേരിക്കയ്ക്ക് 2-3 കാര്യങ്ങൾ. ഒന്ന്, അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അമേരിക്കക്ക് ഏറ്റവും അടുത്ത് ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കുറച്ച്, പിന്നെ അവർ നിശ്ചയിക്കുന്ന വിലക്ക്. വെനിസ്വേല ഇപ്പോൾ ഒരു രാജ്യത്തെ കാൽക്കീഴിൽ നിർത്തിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ? എണ്ണ കൊണ്ടുപോകാം, കൊള്ളയടിച്ച് കൊണ്ടുപോകാമെന്ന് മാത്രമല്ല, അവർ നിശ്ചയിക്കുന്ന വില കൊടുത്താൽ മതി. അപ്പോൾ അമേരിക്കയ്ക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ പ്രതിസന്ധിക്ക് ഈ തരത്തിലുള്ള പരിഹാരം ആവശ്യമുണ്ട്. കാൽക്കീഴിൽ നിൽക്കുന്ന ഇന്ധനങ്ങൾ കൊടുക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ വേണം അവർക്ക്. അതുകൊണ്ട് വെനിസ്വേലയെ പിടിച്ചടക്കാനുള്ള ഒരു ശ്രമമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലേക്ക് ഈ മയക്കുമരുന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് വേറെ ലോകരാജ്യങ്ങളെ പോയി കുറ്റപ്പെടുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അത് ആരുടെ കുറ്റാണ്? മെക്സിക്കോ മുഴുവൻ ഈ ഡ്രഗ് നിർമ്മാണ ഫാക്ടറികളാണ്. അസംസ്കൃത വസ്തുക്കൾ മുഴുവൻ പുറത്തുനിന്ന് വന്നിട്ട് മെക്സിക്കോയിൽ വരുന്നു. മെക്സിക്കോ അത് കടത്തി അമേരിക്കയിൽ വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പറയുന്നത് കാർട്ടൽ ഡെ ലോസ് സോളസ് എന്ന് പറയുന്ന ക്രിമിനൽ ശൃംഖലയെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഈ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോ എന്നാണ് പറയുന്നത്. അതാണ് പറയുന്ന ന്യായം. അതാണ് കാർട്ടൽ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് കയറ്റി അയക്കുന്നതിനാണ്. അപ്പോൾ അതൊക്കെ ഒരു ന്യായം പറയുന്നു എന്നേ ഉള്ളൂ. ആരോടാണ് ഈ കുറ്റപ്പെടുത്തുന്നത്? ഒരു വിദേശ രാജ്യം തീരുമാനിച്ചിട്ടാണ് അമേരിക്കക്കാർ മുഴുവൻ മയക്കുമരുന്ന് കഴിച്ച് ചാവുന്നത് എന്ന് ആരോടാണ് അയാൾ പറയണത്? നമ്മളല്ലേ അതിന് ഉത്തരവാദി? നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തേക്ക് ഒരു തുണ്ട് മയക്കുമരുന്ന് പോലും വരാൻ പാടില്ല എന്ന് അമേരിക്കയെ പോലും ശക്തമായൊരു ഭരണകൂടം തീരുമാനിച്ചാൽ വരുമോ? നമ്മുടെ കഴിവുകേടല്ലേ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ? ഭരണകൂടത്തിൻ്റെ വീഴ്ചയല്ലേ അത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അമേരിക്കക്കകത്ത് ഇത്രയും ഡെഡ്ലി ആയിട്ടുള്ള, അതായത് മാരകമായ മരുന്നുകളുടെ ഗുണഭോക്താക്കൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ജനത ആത്മീയമായി പാപ്പരാണ് എന്നല്ലേ അതിനർത്ഥം? ആ ജനത ഈ മരണം വില കൊടുത്ത് വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ കാര്യമായി നഷ്ടപ്പെടുന്നുണ്ട്. ശക്തമായ നിരാശാബോധമോ ലക്ഷ്യബോധമില്ലായ്മയോ ആത്മീയമായ ശൂന്യതയോ അവർ അനുഭവിക്കുന്നുണ്ടെന്നല്ലേ? അത്തരത്തിലല്ല അതിന് പരിഹാരം കാണേണ്ടത്. മയക്കുമരുന്നിനിപ്പോൾ അന്യരാജ്യങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്ന ആത്മാർത്ഥമല്ല, കുറ്റപ്പെടുത്തുന്നത് വെനീസുലയെ കാലടിയിൽ നിർത്താനുള്ള പുതിയ തന്ത്രം മാത്രമാണ്. അതിന് അവർ വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അങ്ങനെ വഴങ്ങിയാൽ തന്നെ ഇന്നത്തെ പുതിയ ലോകത്ത് വെനിസ്വേലയെ ഇവരുടെ ചേരിയിലൊന്നും ഇല്ലെങ്കിൽ പോലും നിർണായകമായ ഘട്ടത്തിൽ റഷ്യയോട് സഹായം തേടിയാൽ റഷ്യ സഹായിക്കും. റഷ്യക്ക് പഴയ സോവിയറ്റ് അജണ്ടയൊന്നും ഇല്ലെങ്കിലും റഷ്യക്ക് അമേരിക്കൻ വിരുദ്ധമായ അജണ്ടയുണ്ട്. പക്ഷേ ഒരു കാര്യമുള്ളത്, അമേരിക്കയെ റഷ്യക്ക് ഏത് പരിധിവരെ ഉപയോഗിക്കാൻ പറ്റുമോ അതുവരെ റഷ്യ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ട്രംപിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഇപ്പോൾ ആർക്കാണ് ഗുണം ചെയ്യുന്നത്? ട്രംപ് നടത്തിയിട്ടുള്ള എല്ലാ നീക്കങ്ങളിലും ഗുണഭോക്താവ് റഷ്യയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് റഷ്യയും പ്രത്യക്ഷമായി വന്നിട്ട് ഇപ്പോൾ വെനിസ്വേലയെ സഹായിച്ചോളണമെന്നില്ല. അതാണ് അവരുടെ ഒരു ഗതികേട്. അതാണ്. എന്തായാലും അമേരിക്ക പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല. അമേരിക്കയ്ക്ക് എന്താ അധികാരമുള്ളത് വെനിസ്വേലയുടെ മേൽ ആര് പറക്കണ്ടെന്ന് തീരുമാനിക്കാൻ? അത് അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധതയാണ്, അക്രമത്തിൻ്റെ ഒരു മാർഗമാണിത്. അതിനെ അപലപിക്കാതെ വയ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.